ഹലോ, ലേറ്റസ്റ്റ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. രാവിലെ തന്നെ പൂക്കളിടുന്ന തിരക്കിലാണ് ഞാൻ കുറച്ച്. അപ്പോൾ നിലക്കൊന്ന് തുടച്ച് നന്നാക്കിയിട്ട് പൂക്കളിടാനുള്ള പണിയിലാണ്. പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഞാൻ വരച്ച് വെച്ചിട്ടില്ല. ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ ചെയ്തു പോകണം, എല്ലാ പ്രാവശ്യം ഇടുന്നല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പോവാണ്. അപ്പോൾ ആദ്യം ഒരു മോഡൽ മൈൻഡിൽ കണ്ടാണ് അങ്ങനെ ഇട്ട് പോയി, പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മോഡൽ മാറ്റിങ്ങാണ്ട് രണ്ടാമത് ഇട്ട് തുടങ്ങി. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണം ചെറിയച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് സാധാരണ. ഒരു തവണ ഇവിടെ ആണെങ്കിൽ പിറ്റത്തെ തവണ അപ്പുറത്തെ വീട്ടിൽ അങ്ങനെയാണ് നടത്താറ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം കുറച്ച് പേര് വരാറുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കലും ഒക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇതാ രണ്ടാമത് മാറ്റിയിട്ട പൂക്കളാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാ അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ ലാലും ഞാൻ തന്നെ ഉള്ളൂ വീട്ടിൽ. അപ്പം മറ്റവരൊക്കെ അപ്പുറത്താണ്. അപ്പോൾ പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന പണിയിലാണ് ഒരാളിവിടെ. അപ്പോൾ എന്താ പരിപാടി ഒന്ന് പോയൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ പണി ഏതായാലും കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ കരുതി അങ്ങനെ പോയൊക്കെ. അപ്പോൾ എന്നോട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പായസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങ് റോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ വന്നു ലാലുവിന് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ ഇവിടെ അച്ഛനാ പായസം വീട്ടിൽ വെക്കാറ്. അച്ഛൻ ഉണ്ടാകുമ്പോൾ പിന്നെ ആരും ആ ഭാഗത്തേക്ക് നോക്കണ്ട, അച്ഛൻ ഒക്കെ സെറ്റാക്കി വെക്കാറുണ്ട്. പക്ഷെ പ്രാവശ്യം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ലാലുവിനാണ് പണി കിട്ടിയത്. ലാലു അങ്ങനെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അമ്മയ്ക്കൊരു പേടി എന്താ വെച്ചാൽ അത്യാവശ്യം ഇവിടെ ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലേ, ആൾക്കാർ ഇവിടെ റിലേറ്റീവ്സ് ആണെങ്കിലും അതേപോലെ നെയ്ബേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നുള്ളൊരു ആ ഒരു മൈൻഡിലാണ് അമ്മ ഇങ്ങനെ പറയണത്. പക്ഷേ രണ്ടാളും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കച്ചറ കൂടും ചെയ്യും. എന്നാലും ഭയങ്കര വൈബിൽ അങ്ങനെ പോകണുണ്ടായിരുന്നു. ഈ പായസത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് അപ്പുറത്തേക്ക് പോയി നോക്കാൻ. അവിടെയാണ് ഫുഡും കാര്യമൊക്കെ സെറ്റാക്കണം. മേമയും ചെറിയച്ഛനും മിന്നും നീതും സീനും എല്ലാവരും കൂടിയിട്ടാണ് ഫുഡൊക്കെ സെറ്റാക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവിടെ നിന്ന് പോയി നോക്കും വേണം. ഞാൻ എൻ്റെ അടുത്തൊന്ന് സെറ്റായിട്ട് വേണമെങ്കിൽ പോകാൻ. കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിപ്പായുള്ള ഒരു കണ്ടീഷനിലല്ലാത്തതുകൊണ്ട് ഇവിടുത്തൊക്കെ ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള രീതി നിൽക്കാനും. അപ്പം അമ്മ വന്നിട്ട് പായസത്തിനൊക്കെ പാകത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ട് വേണം അപ്പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം താഴത്തേക്ക് ഇറക്കി വെച്ച് തന്നിട്ടുണ്ട്. അപ്പം എന്നോട് കുറച്ച് നേരം ഇളക്കാൻ പറഞ്ഞു. ഇത്രയും അവരല്ലേ പണിയിൽ. ഇനിയിപ്പോൾ ബാക്കി വന്ന കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ട്. ഇവിടെ മിൽക്ക് മെയ്ഡിന് കുറച്ച് പൂതിയുള്ള ഒരാളുണ്ട്, ഇവിടെ മിന്നുമാണ്. അപ്പോൾ ആൾക്ക് ബാക്കിയുള്ള കൊണ്ടുകൊടുക്കുക വെച്ചിട്ട് അങ്ങനെ അതും കൊണ്ട് ഞാൻ പോയതാണ്. പിന്നെ ബാക്കി അവിടെ എന്തൊക്കെ പണിയായി എന്നൊക്കെ നോക്കണ്ടേ. അപ്പം നീതും ചെറിയച്ഛനും മേമയും എല്ലാവരും അവിടെ ഭയങ്കര പണിയിലാണ്. ഫുഡൊക്കെ അങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കൂട്ടുകറിയും അങ്ങനെ ഐറ്റംസൊക്കെ റെഡി ആണ്. അതിൻ്റെ ഇടയിൽ അവിടെ മിൽക്ക് മെയ്ഡിനുള്ള തല്ലാണ് ഈ കാണുന്നത്. രണ്ടുപേരും ഓൾറെഡി കയ്യിലെടുത്ത് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് ഇവിടെ കണ്ടില്ല, വാശി പിടിച്ച് അങ്ങനെ വേറെ ഒന്നല്ല, ഓൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ അടിച്ച് തന്നെ തിരക്കില്ലേനെ. അപ്പോൾ അവൾ വന്നപ്പോഴത്തേക്ക് ഓലെടുക്കൽ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മിന്നൊന്ന് ഇവിടെ പൂവൊക്കെ ഇട്ടുവെച്ചു. അപ്പോൾ എന്താ പാടെന്നൊക്കെ പോയി നോക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പൂവൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൾ ഒറ്റയ്ക്ക് തന്നെയാണ്, ബാക്കിയുള്ളവരൊക്കെ അവിടെ പണിയിലായതുകൊണ്ട് ഓക്കൊരു പണി കൊടുത്തതാണ് ഈ പൂക്കളിടാൻ വേണ്ടിയിട്ട്. അത് നല്ല രീതിയിൽ അവൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവർ മിൽക്ക് മെയ്ഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറായി ചിറച്ചിൻ്റെ അടുത്ത് നിന്ന് ഒരു തല്ലൊക്കെ കിട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ മിന്നു. ഓൾ അവിടുന്ന് ആ ഫ്രിഡ്ജിൻ്റെ അവിടുന്ന് മാറിയാലോ ഒന്നെങ്കിൽ നീന്തും അല്ലെങ്കിൽ സീന വന്നിട്ട് ഇത് അടിച്ചു മാറ്റുന്നുള്ളതുകൊണ്ട് അവിടുന്ന് മാറാതെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയച്ഛനും മേമയും ഭയങ്കര പണിയിലാണ്. അവർ രണ്ടാളും കുക്കിങ്ങിലും കാര്യത്തിലൊക്കെയാണ്. അപ്പം അച്ഛനെ ഇടയിൽ കോൾ ചെയ്യുന്നുണ്ട്, എന്താ വിവരമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഫുഡ് ബാക്കിയുള്ളവർ വരുമ്പോഴത്തേക്കിനും ഞങ്ങളെല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ച് എണീക്കാൻ കരുതി. എല്ലാ ഫുഡ് ഐറ്റംസും ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഇലയിൽ വിളമ്പാണ്. ഇവിടെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണിത്. അവിയൽ, ഓലന്, അതേപോലെ ഉപ്പേരിയുണ്ട്, കാളുണ്ട്, ഇഞ്ചിത്തൈരുണ്ട്, ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ളവർ വരുമ്പോഴത്തേക്കിനൊക്കെ സെറ്റാക്കി വെക്കണ്ടേ. നല്ലല്ലേ കുറച്ച് നേരം അവരുടെ അടുത്ത് സംസാരിക്കാനായാലും എന്താ പറയുക, അവരുടെ കൂടെ നമുക്ക് എന്തോ ഒരു സമാധാനത്തിൽ എടുത്തു കൊടുക്കാനൊക്കത്തിന് പറ്റുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞതാ ഞങ്ങൾ ഇരിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചത്. പിന്നെ ഫുഡ് എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ മസ്റ്റാണ് ഒരു ഫോട്ടോ എടുക്കൽ, എല്ലാവരും കൂടെയുള്ള ഫോട്ടോ എടുക്കൽ. അതൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫുഡ് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. രാവിലെ തൊട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ആ വിശപ്പിൽ നല്ല കഴിച്ചുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എന്താ പറയുക, വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ രീതിക്കാണ്. പിന്നെ അവിടെ നിന്ന് നീക്കാൻ കഴിയുന്നില്ല.
പിന്നെ ഇടം വല്ല ആളായതുകൊണ്ട് ആരെയും ഒരാൾ നീച്ചാൽ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥയിലായതുകൊണ്ട് പായസം കുടിച്ച് അങ്ങനെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ നീതു ഇവിടെ എങ്ങനെ സദ്യ കഴിക്കുക എന്നുള്ളത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്ന തിരക്കിലതിനോട്. അപ്പോൾ അവൾ അഹാനകൃഷ്ണൻ സദ്യ കഴിക്കുന്ന രീതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഓരോ രീതിക്ക് അങ്ങനെ കഴിക്കണ്ടേ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് അങ്ങനെ തട്ടിക്കിടുക അത്രേ ഉള്ളൂ. ആദ്യം സദ്യ എല്ലാവരുടെ കൂട്ടത്തിൽ കഴിച്ചു, പിന്നെ കഴിഞ്ഞ് പായസം പപ്പടം കൂട്ടി കഴിച്ചു, പിന്നെ കുറച്ച് ചോറെടുത്താണ് എന്താ പറയുക ഊതം വിട്ടുപോയി കുറച്ച് രസം കൂടി ചേർത്താണ് കഴിക്കണം. ഇതാണ് അതിൻ്റെ ഇടയിൽ ഭയങ്കര തള്ളി മറിക്കണമുണ്ട് ആൾ അതിൻ്റെ ഇടയിൽ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഞങ്ങൾക്ക് പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഫോട്ടോസ് എടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കലും അവർക്ക് ഫുഡ് കൊടുക്കലും ഇതൊക്കെയാണ്. ഫോട്ടോ എടുക്കുക നിന്നാൽ പിന്നെ കുറച്ചധികം നേരം പിന്നെ നോക്കേണ്ടി വരുമല്ലോ എന്നറിയാമല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നീതു അച്ഛനുള്ള ഫുഡും കൊണ്ട് അവൾ പോകുന്നുണ്ട്, സിനുവിനും കൂട്ടിയാണ് അവർ രണ്ടാളും കൂടെ പോകുന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പിന്നെ വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും പള്ളി പിരിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പം അവർ വന്നൊരു ഏകദേശം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടി അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീട്ടിൽ നേരെ അടുത്ത് സ്ഥിരം വരുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊന്നും എത്താത്തതുകൊണ്ട് അവർക്കുള്ള ഫുഡും വേണം ഇനി കൊണ്ടുകൊടുക്കാൻ. ജസ്റ്റ് ഇത് ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം അവിടെ കൊണ്ടുകൊടുക്കാൻ. അപ്പോൾ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ അങ്ങനെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനും മിന്നും ലാലും കൂടെയാണ് അവിടെയൊക്കെ കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. ഇതാ ഇന്നത്തെ ഓണം സ്പെഷ്യൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ലച്ചൂസ് വ്ളോഗ്.